തോമസ് തന്നെ നമുക്കൊപ്പം ലൈനിലുണ്ട്. ശ്രീമതി സാന്ദ്ര തോമസ്, ഈ പർദ്ദയൊക്കെ ധരിച്ചെത്തിയത് ഒരു കോമഡി ക്യാരക്ടർ ആകുന്നതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളും ആ ഓഫീസിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കം പറയുന്നത്. താങ്കൾ ഇതിങ്ങനെ പ്രതികരിക്കുന്നു? ഇതിനോട് മറുപടി പറയേണ്ടത് ഞാനല്ല, എന്റെ ഒപ്പം അവിടുത്തെ തന്നെ ഒരു നിർമ്മാതാവായ ഷീല കുര്യൻ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് കൂടിയുണ്ട്. കാര്യം അവർക്കുണ്ടായ ഒരു മോശം അനുഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ച് പറഞ്ഞപ്പോ ലിസ്റ്റിൻ അവരെ കളിയാക്കിക്കൊണ്ടാണ് തിരിച്ചു പ്രതികരിച്ചത്. അപ്പോ അവിടെ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ലിസ്റ്റിൻ കണ്ണടച്ച് ഇരുട്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതേ ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെയാണ് അവർക്ക് ഒരു മോശം അനുഭവം മറ്റൊരു പ്രൊഡ്യൂസറിൽ നിന്നുണ്ടായി എന്ന് അവിടെ വിഷമത്തോടെ ഇവരോട് പറയുമ്പോൾ പ്രതികരിച്ചത് വളരെ മോശമായിട്ടാണ് പ്രതികരിച്ചത്. എന്റെ ഒപ്പം ഷീല കുര്യൻ ഉണ്ട്, നിർമ്മാതാവാണ്, ഞാൻ കൊടുക്കാം, അവരും സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ. ഷീല കുര്യനാണ്. പറഞ്ഞോളൂ. അതായത് അന്നത്തെ കമ്മിറ്റിയിൽ ഞാൻ ഈ പ്രശ്നം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ എനിക്കത് പറയേണ്ടി വന്നു, ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വന്നു, എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച്. പക്ഷെ ആ സമയത്ത് ജിസ്റ്റു വളരെ പരിഹാസത്തോടെ എന്തോ നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടി ആയിരുന്നില്ല, പെണ്ണായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ ഡ്രൈവ് ഇപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ അങ്ങോട്ട് ബാഡ് ടച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ നമ്മളെ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കുക്കിംഗ് പരിശോധിക്കുകയാണ്. ഏത് അവസ്ഥയിലും നമ്മളത് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണോ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? അപ്പൊ ഒരിക്കലും ഞാൻ ലിസ്റ്റിന് ഒരിക്കലും എന്റെ എതിരാളി ഒന്നുമല്ല. എനിക്ക് നല്ല ഫ്രണ്ടായിരുന്നു, വളരെ നല്ല രീതിയിൽ ഞങ്ങൾ പെരുമാറി. പക്ഷെ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം പരിഹാസം ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. എനിക്ക് പറയാനുള്ളത്. അതിന് ലിസ്റ്റിൻ മറുപടി പറയണം അങ്ങനെയാണെങ്കിൽ. ശരി, നിങ്ങൾ ദയവായി രണ്ടുപേരും തുടരുക. ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ നമുക്കിപ്പോൾ ലിസ്റ്റിൻ കേട്ട് കാണും. രണ്ടുപേർക്കും നിങ്ങൾക്കെതിരായ വലിയ ആരോപണമുണ്ട്. അല്ലല്ല, അന്ന് ഞാനിത് എക്സാക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീൽജി ഈ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ അതായത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കമ്മിറ്റി കൂടുമ്പോ ഒരാൾ ഒരു കാര്യം പറയുമായിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ചിലപ്പോ ഒരു ഹ്യൂമർ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമായിരിക്കുമല്ലോ. അപ്പൊ അതായത് ഒരാളെ എന്താ പറയുക, കളിയാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ ഉള്ള ഇതല്ല. നമ്മളൊരു ആൻസർ എടുക്കുമ്പോഴും ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് പറഞ്ഞൊരു കാര്യം അതിപ്പോ ഞാൻ എന്താണെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ല. അന്ന് പറഞ്ഞപ്പോ സാന്ദ്ര ഉൾപ്പെടെ ഇവരുൾപ്പെടെ എല്ലാരും ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് അന്നേരം പറയാമായിരുന്നല്ലോ. അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്താണ് ലിസ്റ്റിൻ കള്ളത്തരം പറയരുത്. അന്ന് തന്നെ ഞാൻ ലിസ്റ്റിനോട് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചതാണ്. ഇത് ശരിയായ രീതിയല്ല, ഇങ്ങനെയല്ല ഒരാള് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ, ഒരു വിഷമം പറയുമ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ലിസ്റ്റിന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ എന്നോട് പറഞ്ഞ മറുപടി, നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് അസോസിയേഷന്റെ പൊസിഷനിലേക്ക്, ഇവിടുത്തെ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്ന ആളുകളും ഇവിടെ വരണം എന്ന് ലിസ്റ്റിൻ എന്ന വ്യക്തി തന്നെ എന്നോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ്. ലിസ്റ്റിൻ അന്ന് ആ ചേച്ചിയോട്, ഷീല ചേച്ചിയോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്രയും മോശമായിട്ട് ഒരു സ്ത്രീയോട് കമന്റ് ചെയ്യുന്നത് ലിസ്റ്റിനല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അത് തമാശയാണെന്ന് പറയാനായിട്ട് ഒരു അസോസിയേഷന്റെ ട്രഷററായിട്ടിരിക്കുന്ന ലിസ്റ്റിന് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്ഥാനത്തിരിക്കാൻ താങ്കൾ യോഗ്യനല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല സ്ത്രീകളോട് പ്രതികരിക്കേണ്ടത്. തമാശ പറയേണ്ട സിറ്റുവേഷൻ ആയിരുന്നില്ല. അതെ, തമാശ പറയേണ്ട സിറ്റുവേഷൻ ആയിരുന്നില്ല അത്. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല. ഇപ്പം അതായത് നമ്മളൊരു കാര്യം ഇപ്പൊ നടന്നപ്പോ ഒരു വർഷം മുന്നേ ഉള്ള അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളിപ്പോ അത് വ്യക്തമായിട്ട് ഓർത്തിരിക്കുമല്ലോ. ഇപ്പൊ അവരത് ഇപ്പൊ സാന്ദ്ര പറഞ്ഞു, സാന്ദ്ര ലിസ്റ്റിൻ ഭയങ്കര നുണ പറയുന്നുള്ളൂ. സാന്ദ്ര സത്യം മാത്രമാണല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ടിട്ട് ഇരിക്കുന്നത്. അതിലെനിക്ക് വളരെയധികം സന്തോഷം. അല്ല, അതാണ് സാന്ദ്ര പറയുന്നത്. ലിസ്റ്റിന് ഓർക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിന് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. ഞാനത് ഓർക്കുന്നില്ല എന്ന് എങ്ങനെ ലിസ്റ്റിന് പറയാൻ പറ്റും? ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അവര് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് ഓർക്കുന്നില്ല എന്ന് ലിസ്റ്റിന് എങ്ങനെ പറയാൻ പറ്റുന്നത്?
അങ്ങനെ ഒരു സംഭവം. അതായത് ഷീല അല്ലല്ല, എന്ന് നമ്മളത് പറയുന്ന വ്യക്തി എന്നെ ഒരു മറ്റൊരു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു, എന്നെ ഇങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്നോട് മോശമായി പെരുമാറി, ഞാൻ എങ്ങനെയാണ് വീട് വരെ എത്തിയതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ വിറക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം വളരെ വിഷമത്തോടു കൂടി പറയുമ്പോൾ ലിസ്റ്റിനത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ലൈറ്റാക്കി അതൊരു തമാശയാക്കി വിടാൻ ലിസ്റ്റിന് എങ്ങനെ നമ്മളൊരു സഭയിൽ ഇരുന്നൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എന്തൊക്കെയോ ആരൊക്കെയോ കുറച്ച് ദേഷ്യപ്പെടുകയോ ഏതാണ്ടൊക്കെ ചെയ്തു. അത് സാന്ദ്രിക വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളൊരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ കുറെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ അതിനെ ഒരു ഡിപ്ലോമസിയിലൂടെയും കൂടെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഡിപ്ലോമസി ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ലിസ്റ്റിനെ ഡിപ്ലോമസി പഠിപ്പിച്ച സ്കൂള് പൂട്ടേണ്ട സമയമായി. ലിസ്റ്റിനെ പറയേണ്ട സ്ഥലത്ത് പറയാനായിട്ട് ആദ്യം പഠിക്കണം. സ്ത്രീകളോട് സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല, സ്ത്രീകളോടുമല്ല ഒരു വ്യക്തിയോടും. അതിനകത്തൊരു ജെൻഡർ ഇല്ല. ഒരു വ്യക്തി ഒരു വിഷമം ഒരു സഭയിൽ പറയുമ്പോൾ നിങ്ങളൊക്കെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്, അവരോട് എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനെ തമാശയാക്കി വിടുകയല്ല വേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുത്തത്? ഓക്കെ, നിങ്ങൾ അന്നത്തെ സിറ്റുവേഷൻ ലൈറ്റ് ആക്കാനാണ് അത് ചെയ്തതെങ്കിൽ അതിനെതിരെ എന്ത് ആക്ഷനാണ് എടുത്തത്? അന്നത്തെ കമ്മിറ്റിയിൽ സ്ത്രീകൾ വന്ന് കുറച്ച് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു, അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ ഇൻഡസ്ട്രിയിൽ ഹേമ കമ്മിറ്റിക്ക് ശേഷം ഇവിടെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് ഞാൻ എഴുതി തന്നിരുന്നു. അന്ന് കുറെ കാര്യങ്ങൾ നടപ്പാക്കാമെന്ന് പറഞ്ഞു. അതിനകത്ത് നടപ്പാക്കിയ ഒരു കാര്യം ലിസ്റ്റിനോട് പറയാൻ പറ്റുമോ? ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇപ്പോ അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ആസ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അന്ന് ഡിസ്കസ് ചെയ്തപ്പോ തന്നെ ഈവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട്. അത് ഡിസ്കഷനിലൂടെ പോയിട്ട് ഉൾക്കൊണ്ട കാര്യങ്ങളിൽ നിങ്ങൾ നടപ്പാക്കിയ കാര്യം പറയുക. അല്ല, അതാണ് അത് വേറെ കമ്മിറ്റികൾ ഇപ്പൊ ഈവൻ കൂടി നടപ്പാക്കാൻ വേണ്ടിയിട്ട് വേറെ സംഘടനകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് കൂടിയല്ലേ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് നമുക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ടേമിൽ അടുത്ത ഭാരവാഹികൾ വരണോ അത് നടത്താനായിട്ട്? അങ്ങനെയല്ല, അതിന് നിങ്ങൾ ഈ 2 വർഷം നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഈ ഓഗസ്റ്റിൽ 1 വർഷം ആവുകയാണ്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ വിടൂ, നിങ്ങൾ അല്ലാതെ തന്നെ നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോ ഒരു ആനുവൽ റിപ്പോർട്ട് നിങ്ങൾ അയച്ചിട്ടുണ്ട്. ഈ വിമാന ദുരന്തത്തിൽ മരിച്ചവരും ട്രെയിൻ ദുരന്തത്തിൽ മരിച്ചവരുടെ വരെ ലിസ്റ്റ് 1 by 1 ആയിട്ട് എഴുതി വെച്ച് അയച്ചിരിക്കുകയാണ്. അതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി എന്ത് നിങ്ങൾ ചെയ്തു എന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങൾ ഈ 2 വർഷം അവിടെ ഇരുന്ന് ചെയ്തത് എന്നൊന്ന് വ്യക്തമാക്കാവോ? ഞാൻ ട്രഷററോടാണ് ചോദിക്കുന്നത്. അപ്പം ജനറൽ ബോഡിയിൽ വരുന്നുണ്ടല്ലോ, അപ്പം സാന്ദ്രയ്ക്ക് ഉന്നയിക്കാം. അന്നേരം എല്ലാം വളരെ കൃത്യമായിട്ട് അറിയാലോ. ലിസ്റ്റിൻ, ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് ലിസ്റ്റിൻ ഒപ്പം സാന്ദ്ര ഒരു വിഷയത്തിൽ ഒന്ന് ഇടപെട്ട ഒരു കാര്യം ചോദിച്ചു വിട്ടേ. ലിസ്റ്റിൻ, ഇതൊരു ജനാധിപത്യ സംഘടനയാണ്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ വനിതകളും വരട്ടെ, അവരും ഇത്തരം സംരംഭക രീതിയിലേക്ക് വരട്ടെ, സിനിമയുടെ നിർമ്മാതാക്കളാവട്ടെ, അതെല്ലാവരും സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ബോധപൂർവമായി അമ്മ അസോസിയേഷനിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു വനിതാ ഭാരവാഹി വരട്ടെ എന്നൊരു നിലപാട് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വീകരിക്കാൻ മടിക്കുന്നത്? ഈ പുതിയ സാഹചര്യത്തിൽ അത് ആവശ്യമല്ലേ? അല്ല, നമ്മള് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ തോറ്റുപോയതാണ്. നമ്മളെപ്പോഴും 2 പേര്, അന്ന് സോഫിയ പോളും നമ്മുടെ ഷെയർഗയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ അകത്ത് സോഫിയ പോള് ജയിച്ചില്ല. അതിന്റെ അകത്ത് ഷെയർഗയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ സംഘടന